സത്യം പറഞ്ഞു ചേട്ടായി, ഒരു ദിവസം ആഗ്രഹിച്ചിട്ടില്ലേ ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഓഫ് കോഴ്സ് അതുപോലത്തെ ഒരു ദിവസം ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഒരു നിമിഷമെങ്കിലും ലൈഫിൽ രാജാവിനെ പോലെ ജീവിക്കും, ഒരാൾക്കും അടിമപ്പെടാതെ. നമ്മുടെ ലൈഫാണ് മനസ്സിലായി, അതിലെ രാജാവ് നമ്മളാണ്. അതെ, തോറ്റ് ഒറ്റക്ക് വഴിവെട്ടി വന്നവനാണ്. പലരും ഉണ്ടല്ലോ, ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരിക്കും. എൻ്റെ ജീവിതം പോയി, എനിക്കിനി അങ്ങോട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ അപ്പം നമ്മൾ ഇവരെയൊക്കെ നോക്കിയേ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറഞ്ഞു, വിശക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ആഹാരം കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്. കണ്ട സമയം മുതൽ, അതായത് ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം അന്ന് മുതൽ ഫസ്റ്റ് ഇയർ കണ്ട് എനിക്ക് അന്ന് തൊട്ട് ഡോൾസ് എന്ന് വിളിക്കാൻ തോന്നി. അന്ന് തൊട്ട് ഡോൾസ് എന്നാണ് വിളിക്കുന്നത്. ഇനി നിമിഷം വരെ ഡോൾസ് എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ട് ആളുകൾ വരെ പറഞ്ഞിട്ടുണ്ട്, എടാ മതി, ഇനി മുന്നോട്ട് പോകും തോന്നുന്നില്ല എന്ന് പറഞ്ഞ നിമിഷവും ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, എടി എന്ത് വേണം, എനിക്കത് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞ് മനസ്സിൽ എന്ത് തോന്നുന്നോ അത് ചെയ്തോളാം. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അവളാണ്. സാംസങ് എന്നുള്ള വാക്ക് ചേർത്തുകൊണ്ട് ഒരു പാരഡി സോങ് കണ്ടായിരുന്നല്ലോ. വാടി ഇവിടെ വാടി, എടി വാടി, എന്ത് വാടി, വാടി ഒന്ന് ബുദ്ധിയെ ഇത് എവിടെ കണ്ടുപിടിക്കുന്നത്. മിൽക്ക് ഷേക്ക് ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. ചേട്ടന്റെ സന്തോഷം ആങ്കറിനെ തെറ്റിയിരിക്കുന്നു ഗൈസ്. ഇപ്പത് ഗ്ലാസ് ആണ്, ഈ ഗ്ലാസ്സിൽ പിടിച്ചോണ്ട് നമ്മൾ ഇങ്ങനെ നീങ്ങുക. മാങ്ങ മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്താ പ്രയാസം? ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. നീ കൊള്ളാലോ. അന്ന് രാത്രി യുവമാരെല്ലാം കൂടെ എന്നെ വട്ടം ഇട്ടിട്ട് പറഞ്ഞു, അപ്പൊ നമ്മള് സംസാരിക്കുമല്ലോ. അപ്പൊ രൂപം പെണ്ണിന്റെ ആണെങ്കിലും സംസാരം ഞാൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ ശബ്ദം കേട്ടിട്ട് ഓക്കടെ മോനെ ബൈ എന്ന് പറഞ്ഞിട്ട് വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള് മോഹം ഉണ്ടെങ്കിലേ അവനവന് അല്ലാതെ പാകമാവാത്തത് വലിച്ചു ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്തോ പറ്റിയണോ. നാളെ അടുത്ത മൊമെന്റ് എന്തോ നമുക്ക് ആർക്കും അറിയാം. അപ്പൊ ഈ മൊമെന്റില് നന്നായിട്ടൊക്കെ ജീവിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ലിവ് ലൈക്ക് എ കിഡ്. ഈ ഫോളോവേഴ്സിനെ 10 ലക്ഷത്തിലധികം വരുന്ന ഫോളോവേഴ്സിനെ ചതിക്കാൻ ഒരു താല്പര്യം. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ പറയുന്ന പോലെ ബെറ്റിംഗ് ആപ്പ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ഇതിലൂടെ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, നമ്മൾ ലക്ഷക്കണക്കിന് BMW എടുക്കുന്നു, അങ്ങനെ പറയണമെന്ന് അവർ പറഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ ഉണ്ടാവും, ഒരുപാട് വട്ടം നിങ്ങൾ വീഴും. എണീക്കുക മുന്നോട്ട് പോവുക അൺടിൽ യു ബിക്കം. ഹലോ ഗൈസ്, ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ കൂടെ ആരാ ഉള്ളത് ഗസ്റ്റ് എന്ന്? ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ്, ഒട്ടും ജാടയില്ല, എന്താ പറയാ, ഭയങ്കരമായിട്ട് നമ്മളെ ഓരോ ദിവസം ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്ദരനായിട്ടുള്ള വ്ലോഗ് സ്റ്റാർ വിഷ്ണു. അതെ അതെ അതെ. പക്ഷെ ആദ്യം തന്നെ തെറ്റിച്ചിട്ടുണ്ട് ഗൈസ്. ഹലോ ഗൈസ് അല്ല, ഹലോ ഗൈസ് അല്ല, ഹേ ഗൈസ് അങ്ങനെയാണ്. ആ ഹേ ഗൈസ് നമ്മുടെ ഗൈസ് ഉണ്ട്. പക്ഷെ ഹലോ മാറാം. നമുക്ക് ഒരുമിച്ച് ഹേ ഗൈസ് പറയാം. ഓക്കെ, ഹേ ഗൈസിൽ കൈ ഇങ്ങനെ ആക്കുക. എങ്ങനെയാണ്? കൊണ്ടൊന്ന് ഇടിച്ച് കൊന്നുകളയത് തന്നെ. ഓക്കെ, റെഡി 3, 2, 1 സ്റ്റാർട്ട്. ഹേ ഗയ്സ്, അത് ഇപ്പോ സെറ്റായി. ശരിക്കും പറഞ്ഞാൽ വ്ലോഗ് സ്റ്റാർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്, സോഷ്യൽ മീഡിയ ഏത് വീഡിയോ ഇട്ടാലും മില്യൺ വ്യൂസ് അടിക്കുന്ന വ്ലോഗ് സ്റ്റാർ വിഷ്ണു ആണ് ഇന്ന് എന്റെ ഗസ്റ്റ്. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം തന്നെ ഒന്ന് ചോദിക്കട്ടെ, ഈ കണ്ണട ഊരില്ലേ ഒരിക്കലും? എപ്പോഴും ഈ മുഖത്ത് ഈ കണ്ണട ഉണ്ടല്ലോ. അതായത് പുറത്തിറങ്ങുമ്പോൾ
വെക്കും കണ്ണട, രാത്രിയിലും വെക്കും, അതായത് പുറത്തിറങ്ങുമ്പോൾ തനി കണ്ണട ദൂരി മാറ്റിക്കൊടുറോ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ചിലവര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ഞാനൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടാണ് കണ്ണാടി വെക്കുന്നതെന്നാണ്. എന്നാൽ അങ്ങനെ അല്ല. ശരിക്കും ഇപ്പോഴല്ല, ഒരു 7-8 വർഷമായിട്ട് ഞാൻ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്കിതാ ഇങ്ങനെ കാണുന്നതിനെക്കാട്ടിയും കംഫർട്ടബിൾ ആണ് ഇങ്ങനെ കണ്ണാടി വെച്ച് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, രാത്രിയെങ്കിലും കണ്ണാടി ഒന്ന് ഉരിക്കച്ചൂടെ, എന്തിനെപ്പോഴും ഇങ്ങനെ കണ്ണാടി വെക്കാനൊക്കെ. ആ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഇപ്പൊ കണ്ണാടി വെച്ചാണ് വീഡിയോ ആണ്. മമ്മൂക്കയുടെ കാർ കളക്ഷൻസ് ഒക്കെ പോലെ തന്നെ എനിക്ക് ഒരുപാട് ഈ സ്പെക്സിന്റെ ഷെയ്ഡ്സിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. കാരണം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ യൂഷ്വലി വെക്കുന്ന ഒരു 2-3 എണ്ണമാണ് എപ്പോഴും വെക്കണം. മറ്റേത് കുറെ ഒക്കേഷൻസിൽ അല്ലെ ഡ്രസ്സിന്റെ യെല്ലോ ഷെയ്ഡ് വെക്കാറുണ്ട്. അങ്ങനെ മാറ്റി തിരിച്ച് വെക്കും. പിന്നെ ഇതുപോലത്തെ ഈ ഒരു ഫ്രെയിമാണ് കൂടുതൽ ഇഷ്ടം. വെക്കും, കുഴപ്പമില്ല. ഈ കണ്ണാടി പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മുടി ഭയങ്കര ഹൈലൈറ്റ് ആണ്. ഒരു യൂണീക്ക് ആയിട്ടുള്ള സ്റ്റൈൽ നൽകുന്നത്. എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഡെയിലി കുളിക്കണം, മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനെ എണ്ണയൊന്നും ഇടാറില്ല. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുക, അല്ല പ്രത്യേകിച്ച് ഇതിനകത്ത് മെയിൻ്റെനൻസ് ഒന്നും ഇല്ല. നമ്മളിങ്ങനെ കുളിക്കുന്നു, മുടി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. കോളേജ് ടൈം മുതൽ ഇങ്ങനെ മുകളിലോട്ട് വെച്ചായോണ്ട് ഇപ്പൊ അങ്ങ് ഇരുന്നോളും. പിന്നെ ചെറുതായിട്ട് എങ്ങനെയുണ്ട്, സ്മൂത്ത് ആണോ? സ്മൂത്ത് ആണ്. അപ്പൊ ഇങ്ങനെ ഹെയർ ബാൻഡ് ഒന്നും വെക്കില്ലേ? ഇല്ല, അങ്ങനെയുള്ള ഒരു സാധനം വെക്കത്തില്ല. ഇങ്ങനെ കെട്ടുക ചെയ്യും? ഇങ്ങനെ കെട്ടും. ഡയറക്റ്റ് ആയിട്ട് ബാൻഡ് ഇട്ട് 2 ബാൻഡ് ഉണ്ട്, ബാൻഡ് ഇട്ട് കെട്ടത്തേ ഉള്ളൂ. പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്റ്റൈലാണ്. ആണോ? ഇങ്ങനെ ആക്കിയാണ് കറക്റ്റ്. എന്താ വെച്ചില്ലേ, എനിക്ക് ഈ ഒരു സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർസ് ഇല്ലേ, ഒരു വിജയുടെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. ചിലപ്പോ എന്റെ വ്യൂവേഴ്സ് വിചാരിക്കട്ടല്ലോ ഞാൻ ചേട്ടൻ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ നേരത്തെ കൂട്ടി വിളിച്ചു വരുത്തി സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്, എനിക്ക് തോന്നിയതാണ് കാണുമ്പോ പറയാമെന്ന് വിചാരിച്ചു. ആ ഒരു സ്റ്റൈല്, അവരുടെ ഒരു ലുക്ക് അറിയാലോ. ഞാനൊരു കട്ട വിജയ് ഫാൻ ആണ്, അതുകൊണ്ടായിരിക്കാം. അതുപോലെ ആളുകളെ നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കുമ്പോൾ ഏകദേശം അവരുടെ പോലെ ഡ്രസ് ചെയ്യുക, അവരെ പോലെ അങ്ങനെ നമ്മൾ. പിന്നെ ഞാൻ കട്ട ഒരു അല്ലു അർജുൻ ഫാനാണ്. അതുകൊണ്ട് തന്നെ ഡാൻസ് കളിക്കും. ഡാൻസ് അത്യാവശ്യം കളിക്കും ചെറുതായിട്ട്. ഇപ്പൊ 2 സ്റ്റെപ്പ് ഇടുവോ? ഇപ്പൊ 2 സ്റ്റെപ്പ് ഇടണോ? വേണ്ട, ഞാനൊന്നും കളിക്കാം. എന്ത് കളിക്കട്ടെ? അതല്ല, നമ്മളെ മറ്റേ സ്റ്റെപ്പ്. ഏത് സ്റ്റെപ്പ്? ഗ്ലാസിന്റെ സ്റ്റെപ്പ്. ഗ്ലാസ്സാ ഇതാ? പിന്നെ അത് വേണ്ട, അതെനിക്ക് പറ്റൂല. പിന്നെ റോപ്പ് ഇങ്ങനെ ഡാൻസ് ഒക്കെ ഞാൻ റാൻഡം ഡാൻസിങ് ചെയ്യാറുണ്ട്. നമ്മുടെ കൊല്ലത്തിന്റെ റാൻഡത്തൊക്കെ പിള്ളേര് പബ്ലിക്കിൽ പോയിട്ട് പെട്ടെന്ന് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്ത് കളിപ്പിക്കും, അറിയോ? ഞാനും അല്ലു അർജുന്റെ വലിയ ഫാൻ. എന്റെ സ്വിച്ച് ബോർഡിൽ വരെ ഇപ്പൊ അല്ലു അർജുനെ ഞാൻ ഒട്ടിച്ചു വെച്ചേക്കോ പണ്ട്. ഇപ്പോഴും ഉണ്ട്. മറ്റേ സ്വിച്ച് ബോർഡിൽ. എനിക്ക് ഈ ഗ്ലാസ് സ്റ്റെപ്പ് ഒന്ന് പഠിക്കണം. പക്ഷെ ഗ്ലാസ് സ്റ്റെപ്പ് അല്ലു അർജുന്റെ അല്ല, കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ നമ്മുടെ മുത്താണ്. പുള്ളിക്കാരനാണ് ഗ്ലാസും അന്ന് പഠിപ്പിച്ചത്. ഗ്ലാസ് ആണ് പഠിപ്പിച്ചത്. ആദ്യം നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടെന്നുള്ള ഒരു സങ്കല്പം. എന്നെ ഇടിക്കാനല്ലോ പറഞ്ഞു, എന്റെ മൂക്കൊക്കെ ഇടിച്ച് പൊട്ടി. ഇവിടെ 2 ഗ്ലാസ് ആണ് ശരിക്കും. ആദ്യം ഈ ഗ്ലാസ് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് എന്നിട്ട് ഇപ്പുറത്ത് കൈ വെക്കുക, എന്നിട്ട് ഇവിടെ കൈ വെക്കുക, എന്നിട്ട് ഇങ്ങനെ തെന്നി ഇപ്പുറത്ത്. അല്ല ഇങ്ങനെ പോയാ ഇത് ഇവിടെ വെക്കുക, ഇത് ഇവിടെ വെക്കുക, എന്നിട്ട് ഇവിടെ അല്ല ഇവിടെ ഗ്ലാസ്, എന്നിട്ട് ഇത് ഇവിടെ വെക്കുക. ഇപ്പൊ ഇത് ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്സിൽ പിടിച്ചോണ്ട് നമ്മൾ ഇങ്ങനെ നീങ്ങുക. നീങ്ങ മാങ്ങ പറിച്ചളി കുത്ത. അതല്ല, ഇത് ഇവിടെ വെച്ചട്ടെ ഇതെടുത്ത് അതല്ല, അത് നല്ലത്. ഞാൻ വേണേ 1-2 സ്റ്റെപ്പ് പഠിപ്പിച്ചാ നോക്കട്ടെ. ഇങ്ങനെ കൊറേ സാധനങ്ങൾ കയ്യില്. അതല്ല, അറിയാം എനിക്ക്. അവന്റെ പാന്റ് ഊരി പോകുന്നുണ്ട്. അതല്ലേ ഇങ്ങനെ ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തോ പറ്റിയണോ? ഇപ്പൊ എന്തോ ഗ്ലാസ് സ്റ്റെപ്പ് ഏതായാലും എനിക്കത് അറിയത്തില്ല. പിന്നെ ഇതറിയാം, ഇത് അതറിയാം. ഇത് ഇങ്ങനല്ലെന്ന് ഇപ്പുറത്തോട്ടാ വരേണ്ടത്. അതറിയാം എനിക്ക്. ഇങ്ങനെ വെക്ക്, എന്നിട്ട് ഇപ്പുറത്തോട്ട് ചാട്. അത്രേ ഉള്ളൂ. അങ്ങനെ എന്റെ ഞാൻ ഗുരുവായിട്ട് കണ്ടോട്ടെ. കണ്ടോ. ദക്ഷിണ വെക്കൂ. 1000 കുറഞ്ഞ മേടിക്കാറില്ല. 1000 വെറ്റിന് 1001 രൂപ. 101 രൂപ പറ്റത്തില്ല. 100 കുറഞ്ഞൊരു കളി. പക്ഷെ 1000 കുറഞ്ഞൊരു കളിയില്ല. അത് വെക്കാം. അല്ല, ഞാൻ പഠിക്കട്ടെ. ഈ ഗ്ലാസ് സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞിട്ട് ദക്ഷിണ എന്താ കോസ്റ്റ്യൂം ആയാലും. കോസ്റ്റ്യൂം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ
എന്താ പുലി അല്ലേ? കടുവല്ല, സിംഹം. ആ സിംഹം. ആ സിംഹമാണ്. ഈ കോസ്റ്റ്യൂം ഭയങ്കര കളക്ഷൻ ഉണ്ടല്ലേ കോസ്റ്റ്യൂം. ഇതൊക്കെ ഫ്രീ അല്ലേ? അതെ. ഫ്രീയോ? ഇത് ഫ്രീ അല്ല, കാശ് കൊടുത്ത് മേടിച്ചതാ. അപ്പൊ ഈ ലുക്കും ഈ ഒരു സ്റ്റൈലും ഒക്കെ കണ്ടിട്ട് എല്ലാ പെൺപിള്ളേരും വന്ന് പ്രപ്പോസലൊക്കെ ചെയ്യാറുണ്ടോ? പ്രപ്പോസൽസ് തരാറുണ്ടോ? കമ്മിറ്റഡ് ആണോ പറയാറുണ്ട്? ഞാൻ കമ്മിറ്റഡ് അല്ല കേട്ടോ, കമ്മിറ്റഡ് അല്ല, മാരീഡ് ആണ്. അതെ, അതെ, മാരീഡ് ആണ്. അപ്പോൾ ഐ ഹാവ് എ സ്മോൾ ഫാമിലി. ഓക്കെ. അപ്പം അച്ഛനും കൂടിയാണ്, പിതാവാണ്. അല്ല, ഞാനൊരു അച്ഛനും കൂടിയാണ്. അതെ അതെ. ഐ ഹാവ് എ ക്യൂട്ട് കിഡ്, അഡ്വിക എന്നാണ് പേര്. അഡു ബേബി. ഞാൻ പാത്തുക്കുട്ടി, പല പേരുകളിൽ ഞാൻ അവളെ വിളിക്കും. പിന്നെ ആരൊക്കെയാ വീട്ടിലുള്ളത്? വീട്ടിൽ ഞങ്ങളുടെ മെയിൻ ക്യാരക്ടർ എൻ്റെ ഡാഡി, മൈ പപ്പ. പപ്പയാണ് ആള്, ഞങ്ങളുടെ വീട്ടിലെ മെയിൻ ആള്. പപ്പയാണ് ഹീറോ. പപ്പയാണ് ഹീറോ, ഓഫ് കോഴ്സ്. പപ്പയാണ് ഹീറോ. പപ്പയെ കണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത്. പിന്നെ അമ്മ, എന്താ പറയാ, ബണ്ടിൽ ഓഫ് ലവ് എന്ന് പറയുന്ന പോലെ അമ്മ അടിപൊളിയാണ്, ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ ഭയങ്കര എനർജിയാണ്. അമ്മയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടുന്നാണ് എനിക്ക് ഇത്ര എനർജി കിട്ടുക. അമ്മ ഭയങ്കര ഒരു എനർജി ബണ്ടിലാണ്. പിന്നെ എനിക്ക് അനിയനുണ്ട്, ബ്രദറുണ്ട്. അവന് മാരീഡ് ആണ്. ഓക്കെ. അവൻ ഇവിടെ ഇല്ല, അവനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, സെറ്റിൽഡ് ആണ്, എറണാകുളത്താണ്. എത്ര വയസ്സായി? ആൺകുട്ടികളോട് വയസ്സും വരുമാനവും ചോദിക്കാൻ പാടില്ല. ഒരു ഇന്റർവ്യൂവിന് ഞാൻ കൊടുക്കില്ല. പക്ഷേ ചർമ്മം കണ്ട പ്രായം തോന്നില്ലല്ലേ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് നരയുണ്ട്. ഭാഗ്യനരയാണല്ലേ? അത്ര വലിയ ഭാഗ്യമൊന്നുമില്ല കേട്ടോ. ഭാഗ്യമൊക്കെ ഉണ്ട്. ഓക്കെ. ബിൻഷയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി. അവർ രണ്ടാളും കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഗൈസ് ശ്രദ്ധിക്കുക, ബിൻഷ ആൺകുട്ടികളെ നോക്കുന്നുണ്ട്. സോറി, അങ്ങനല്ല, ബിൻഷ കല്യാണം കഴിക്കാൻ വേണ്ടി നല്ല പയ്യന്മാരെ നോക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ മാട്രിമോണിയിലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും ഇടൂല. അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. നമ്മൾ തന്നെ കറക്കി എടുത്തോളാം. കറക്കി എടുത്തിട്ട് പശുവിനെ കെട്ടുന്ന കൊണ്ടുപോകും. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ പങ്കാളിയെ കണ്ടെത്തും. നല്ല കാര്യമാണ് ഗൈസ്, അടിപൊളിയാണ്. ഓൾ ദി ബെസ്റ്റ്. ഇതുപോലൊരു ചെക്കനാണ് നല്ലതായിരുന്നു. ആണല്ലേ? എന്ത് ചെയ്യാനാ, തപ്പി നോക്കൂ. അതാ ചോദിച്ചാ അനിയനെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോന്ന്. ഇല്ല, അവന്റെ കല്യാണം കഴിഞ്ഞ ഒരു വർഷമായി. ഇനി അവന്റെ കൂടെ കുടുംബം തലച്ചട്ട ഇവിടുന്ന് പോത്തോളല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞെങ്കിലും പെൺകുട്ടികളൊക്കെ മെസ്സേജ് ഒക്കെ അയക്കോ? പെൺകുട്ടികളല്ല, ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സിനാരിയോയിലല്ല ഒന്നും കാണുന്നത്. എക്സ്റ്റേണലി എല്ലാരും സഹോദരന്മാരാണ്. വൈഫിന്റെ ഇല്ല, അവള് ഭയങ്കര കൂളാണ്, സപ്പോർട്ടീവാണ്. അവള് തന്നെയാണ് എൻ്റെ അടുത്ത് എല്ലാം, തുടക്കം മുതൽ ഡോൾസ് ആണ് എല്ലാം പറയണത്. ഇങ്ങനെ ഇങ്ങനെ ശരിക്കും എൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്. ഡോൾസ് എന്ന് പറയുന്നത് ശില്പ. അതെ, ശില്പ എന്നാണ് പേര്. ഞാൻ ഡോൾസ് എന്ന് വിളിക്കും. ഡോൾസ് എന്ന് വിളിക്കുന്ന വെച്ചാല് ഞാൻ അവളെ കണ്ട സമയം മുതൽ, അതായത് ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാ. അപ്പം അന്ന് മുതൽ ഫസ്റ്റ് ഇയർ കണ്ട് എനിക്ക് അന്ന് തൊട്ട് ഡോൾസ് എന്ന് വിളിക്കാൻ തോന്നി. അന്ന് തൊട്ട് ഡോൾസ് എന്നാണ് വിളിക്കുന്നത്. ഇന്നീ നിമിഷം വരെ ഡോൾസ് എന്നാണ് വിളിക്കുന്നത്. കുട്ടികളെല്ലാം സ്കൂളിൽ പോയ സമയത്ത് ഇങ്ങനെ എന്താ പറയാ, എല്ലാരും കെട്ടിപ്പിടിച്ച് ഓട്ടോഗ്രാഫ്സ് ഒക്കെ വാങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നിമിഷമല്ലേ അതൊക്കെ? തീർച്ചയായിട്ടും. നമ്മുടെ ഏതൊരു സിനിമ പറയുന്ന പോലെ മറ്റേ അച്ചായൻ ഇതുപോലത്തെ ഒരു ദിവസം ആഗ്രഹിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന പോലെ, ഓഫ് കോഴ്സ് അതുപോലത്തെ ഒരു ദിവസം ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ആ ദിവസം മറക്കാൻ പറ്റത്തില്ല. ഭയങ്കര റെസ്പോൺസ് ആണ്. അതെ, കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ടന്റ്സിൽ കുട്ടികൾ വളരെ കുറവാണ്. കൂടുതലും നമ്മൾ കോണ്ടന്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ആരെ അപ്രോച്ച് ചെയ്യുന്നത്? യൂത്ത്, ചേട്ടന്മാര്, ചേച്ചിമാര്. അപ്പൊ ഇവരെയൊക്കെ ഞാൻ കവറപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ കാണാറേ ഇല്ല. അപ്പൊ ഇവരെന്നെയും കാണാറില്ല. അപ്പൊ ഇതുപോലൊരു അവസരത്തിലാണ് ശരിക്കും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. കുട്ടിയുടെ സ്കൂളിൽ പോയപ്പോഴായിരുന്നു. മോടെ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതങ്ങനെയാ. രണ്ടു വട്ടം, അതായത് വർഷങ്ങൾക്ക് ശേഷം പ്രിൻസിപ്പളിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടത് അവളുടെ സ്കൂളിൽ പോയപ്പോഴാ ഒരു പ്രോഗ്രാമിന്. പ്രിൻസിപ്പൾ നോ ദിസ് ഇസ് നോട്ട് പോസിബിൾ അതൊക്കെ പറഞ്ഞ് ഞാനൊന്നും ചെയ്യുന്നില്ലായിരുന്നു. സംഭവം കുഞ്ഞുങ്ങൾ കാണുമ്പോൾ ഓടി വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ വന്ന് ഓടും, നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കും. ഞാൻ പിന്നെ എനിക്ക് ഇവരെ കാണുമ്പം എനർജി കയറും. ഒരാൾ വന്ന്, രണ്ടാൾ വന്ന്, മൂന്നാമത്തെ ആൾ വന്ന്, പിന്നെ എന്റെ കയ്യിൽ നിന്ന് പോകും. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഒരു തേര് സംസാരിക്കും. അപ്പൊ സ്കൂളല്ലേ, സ്കൂളിൻ്റെതായിട്ടുള്ള ഇപ്പൊ നമ്മൾ അവിടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഓക്കെയാണ്. ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആസ് എ പാരന്റ് പോകുമ്പോൾ എല്ലാ പാരന്റ്സിനെ പോലെ തന്നെ നമ്മൾ ആ ഡിസിപ്ലിൻസ് മെയിൻറ്റെയിൻ ചെയ്തല്ലേ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്ന് അറിയാം ലൈഫിൽ, എന്റെ മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാറില്ല. ഇങ്ങനെ കുട്ടികൾ വന്ന് കാരണം ഡെയിലി സ്കൂളിൽ കൊണ്ടാക്കാൻ പൊതിയത്തൊന്നുമില്ല കേട്ടോ. പക്ഷെ അതെ, തീർച്ചയായിട്ടും ഇതാണ് എന്റെ മോടെ സ്കൂൾ. ഇതാണ്. അപ്പം
ഈ കുട്ടികളൊക്കെ എന്തൊരു ചിരിയാ മുഖത്ത് നോക്കി. അത് എനിക്ക് തന്നെ ഭയങ്കര അതിശയം. ഇവർ എന്നെ കണ്ട ആ ഒരു എക്സ്പ്രഷൻ ഇടുമ്പോൾ ഞാൻ തന്നെ നമുക്ക് തന്നെ ഭയങ്കര ഹാപ്പിനെസ് വരും. അതെ അതെ. ശരിക്കും ഞാൻ മോളെ ഡെയിലി സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അവളെ എടുത്ത് ഗേറ്റിൽ കൂടെ നടന്ന് കയറുമ്പോൾ തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ പോയി, സെക്കൻഡ് ഡേ പോയി, തേർഡ് ഡേ പിള്ളേർക്ക് മനസ്സിലായി ഞാൻ ഈ ടൈം ആകുമ്പോൾ വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന അറിയോ, എൻ്റെ മോടെ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ ഒരു 4 പേര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഇതൊരു 7 പേരായി, അടുത്ത ദിവസം ഒരു 10-12 പേരായി. അപ്പൊ ഭയങ്കര പ്രശ്നം. പിന്നെ അതിലും കൂടി സെക്യൂരിറ്റി വന്നിട്ട് ഇവിടെ നിൽക്കില്ല. അങ്ങനെയാണ് അവസാനം ഇവരുടെ ക്ലാസ്സിലെ ആന്റി പറഞ്ഞു, മോനെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇവരെ ഇങ്ങനെ അകത്തോട്ട് പ്രിൻസിപ്പൾ ക്യാമറ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അതുകൊണ്ട് ഞാൻ പോവാറുണ്ട്. ഇപ്പൊ സ്കൂളില് പോക്ക് നിന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്, പക്ഷെ അതിപ്പോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ ഫെയിം നമ്മളിങ്ങനെ കൂടിയപ്പോ അതൊരു അമിത ഭാരമായി. അമിത ഭാരമായില്ല, എന്നാലും ഇതിൽ എഴുതിയേക്കുന്ന ലൈവ് ലൈക്ക് live like a king. live like a ആങ്കറിനെ തെറ്റിയിരിക്കുന്നു ഗൈസ്. അയ്യോ അത് കട്ട് ചെയ്യരുത് സമ്മതിക്കില്ല ഞാൻ. ലിവ് ലൈക്ക് എ കിങ് എന്ന് എഴുതിയേക്കുന്നത്, നെവർ എവർ ക്വിറ്റ് എന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണോ ഒരു സക്സസ് സീക്രട്ട് എന്ന് പറയുന്നത്? ശരിക്കും അതിന്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ്. അതൊന്നും അതിനെ കുറിച്ച് പറഞ്ഞു. ലിവ് ലൈക്ക് എ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിക്കുകയാണ് രാജാവിനെ പോലെ ജീവിക്കുക. അത് ഞാനല്ല, ആരായാലും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഒരു നിമിഷമെങ്കിലും ലൈഫിൽ രാജാവിനെ പോലെ ജീവിക്കുക, ഒരാൾക്കും അടിമപ്പെടാതിരിക്കുക. നമ്മുടെ ലൈഫാണ്, മനസ്സിലായി, അതിലെ രാജാവ് നമ്മളാണ്. ഇപ്പൊ എന്റെ ലൈഫിലെ രാജാവ് വിഷ്ണുവാണ്, ബിനിഷയുടെ ലൈഫിലെ ക്വീൻ ബിനിഷയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നെവർ എവർ ക്വിറ്റ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ക്വിറ്റ് ചെയ്യാതിരിക്കും. നമ്മൾ ഒളിച്ചോടരുത് ഒന്നിൽ പുറത്ത് മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുക. എത്ര വട്ടം തോറ്റാലും സീനില്ല, ക്വിറ്റ് ചെയ്യുന്നില്ല. ഇതിനി എന്ത് മാങ്ങാത്തൊലിയായാലും കുഴപ്പമില്ല, ഞാൻ ഇനി മുമ്പോട്ട് പോവും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് രാജാവ്. നമ്മളെ ആർക്കും റൂൾ ചെയ്യാൻ പറ്റില്ല. അതെ അതെ, ബയോ തന്നെ അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ശരിക്കും കിങ് എന്ന് പറയുമ്പോൾ സമ്പത്ത് കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ കിങ്? രണ്ടും എന്ന് പറയുന്നതാണ് ബെറ്റർ. രണ്ടും വേണം ഒരു മനുഷ്യന്. സ്നേഹവും വേണം, സമ്പത്തും വേണം. സ്നേഹം മാത്രം ഉണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും ഒരു കാര്യമില്ല, അല്ലേ? ഇപ്പൊ സമ്പത്ത് ഒരുപാടുണ്ട്, ഇവന് സ്നേഹമില്ല, മനസാക്ഷിയില്ല, എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. എന്റെ ഈ പറഞ്ഞൊരു കോട്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലിവ് ലൈക്ക് എ കിങ് അല്ലെങ്കിൽ നെവർ എവർ ക്വിറ്റ് എന്നുള്ള കോട്ട് എൻ്റെ ഒരു 23-22 വയസ്സിൽ എൻ്റെ മനസ്സിൽ കയറിയ ഒരു സാധനമാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ലൈഫിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് ഓൺടർപ്രണേഴ്സ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു, ചെറിയ പിള്ളേർ. ഈ ഇടയ്ക്ക് ഞാൻ ഒരു പ്രൊമോഷൻ ചെയ്ത സമയത്ത് ഒരു പെൺകുട്ടിയായിട്ട് സംസാരിച്ചു. ആ പെൺകുട്ടിയുടെയാണ് ആ ഒരു സ്ഥാപനം. എൻ്റെ അടുത്ത് ആ പെൺകുട്ടിയുടെ വർക്ക് ഞാൻ ഒരിക്കൽ ചെയ്തു കൊടുത്തതാണ്. ഞാൻ ചെയ്തപ്പോൾ ഭയങ്കര സെയിൽസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും സെയിൽസ് ഒക്കെ ഡൗൺ ആയി. അപ്പോൾ പെൺകുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച്, അപ്പം നമ്മുടെ മാനേജറിനെ കണക്ട് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഭയങ്കര സാഡാണ്, ഞാനിത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്, എനിക്ക് തോന്നുന്നില്ല ഇനി മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് ചോദിച്ചു. ഞാൻ 1 വർഷമായി ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ ഈ 1 വർഷം കൊണ്ട് നമുക്ക് ഒരു ബിസിനസ് പഠിക്കാൻ പോലും പറ്റത്തില്ല. 1 വർഷം കൊണ്ട് അല്ലേ? ഇപ്പം ബിനിഷ ആയാലും ചേട്ടനായാലും എല്ലാവരും എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇങ്ങനെ ഈസി ആയിട്ട് ആങ്കർ ചെയ്യാൻ പറ്റുമോ 1 വർഷം കൊണ്ട്? ഇല്ല. നമ്മൾ ചെയ്ത് ശരിക്കും ഒരു ബിസിനസ്സിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ മിനിമം 5 വർഷം വേണം ആ ബിസിനസ് പഠിക്കാൻ. ആ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് നമ്മുടെ ഫെയിലിയേഴ്സ് എല്ലാം ആയി ചിലപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ സക്സസ് ആവും, വീണ്ടും വീഴും, വീണ്ടും സക്സസ് ആവും, വീണ്ടും വീഴും. ഒന്ന് സ്റ്റേബിൾ ആവാൻ 5 വർഷം മിനിമം വേണം ഒരു ബിസിനസ്സിൽ. അതിനുശേഷമേ നമുക്ക് അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാ പുതിയ ജനറേഷനിൽ വരുന്ന അല്ലെങ്കിൽ പുതിയ ഓൺടർപ്രണേഴ്സിന്റെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ലൈഫിൽ നിങ്ങൾ ഇന്ന് കയറി ഉടനെ നാളെ സക്സസ് പ്രതീക്ഷിക്കുക. ചിലപ്പോൾ ആദ്യത്തെ 1 മാസം കൊണ്ട് ഭയങ്കരമായ സെയിൽസ് നടക്കുമായിരിക്കാം, അതിന്റെ അടുത്ത മാസം ഡൗൺ ആവും. അപ്പൊ ഇവർ വിചാരിക്കും അന്നത്തെ ഒരു ഇതായി കത്തിപ്പോയി. അങ്ങനല്ല, ഒരുപാട് നാൾ പിന്നെ ഡൗൺ ആവും. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെയാണെങ്കിൽ നിർത്തി പോണം. അതെ, തോറ്റ് ഒറ്റക്ക് വഴിവെട്ടി വന്നവനാണ്. അതെ, തീർച്ചയായും ആത്മാർത്ഥമായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ നിർത്തി പോകേണ്ട സമയം ഒരുപാടായി എൻ്റെ ലൈഫിൽ. ഈ വ്ളോഗ് സ്റ്റാർ ഇപ്പം ഹൈപ്പ് ആവുന്നതിന് മുമ്പ്, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 9-10 മാസം മുമ്പ് ഒരു 2ാം വരവുണ്ടായിരുന്നു എനിക്ക് വ്ളോഗ് സ്റ്റാറിൽ. വ്ളോഗ് സ്റ്റാർ തുടങ്ങി ആദ്യം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് വന്ന്, പക്ഷെ അന്നേരം കുറച്ച് ഇഷ്യൂസൊക്കെ എനിക്കുണ്ടായി. ആ ഇഷ്യൂസൊക്കെ ബാക്കപ്പ് ചെയ്ത് നിന്ന സമയത്ത് എൻ്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ട് നിന്ന ആളുകൾ വരെ പറഞ്ഞിട്ടുണ്ട്, എടാ മതി, ഇനി ഇത് മുന്നോട്ട് പോകും തോന്നുന്നില്ല എന്ന് പറഞ്ഞ നിമിഷവും ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, എടി എന്ത് വേണം, എനിക്കതങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞ്, മനസ്സിൽ എന്ത് തോന്നുന്നോ അത് ചെയ്തോളാൻ പറഞ്ഞു. എന്ത് തോന്നുന്നോ അത് ചെയ്യും. വൈഫാണ് സപ്പോർട്ട് ചെയ്തത്, വൈഫാണ് ബാക്ക് ബോൺ.
അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവളാണ്. ഇപ്പം ഞാൻ ഇടുന്ന കോണ്ടന്റ്സ് കണ്ടിട്ടില്ലേ, ഈ കോണ്ടന്റ്സ് എല്ലാം അവളുടെ തലേന്ന് വരുന്നതാ. ഞാൻ അത് ചോദിക്കാൻ വരുവാ. എല്ലാം അങ്ങ് പറഞ്ഞു, ഞാൻ ചോദിക്കുന്നതിന് മുന്നേ അങ്ങ് പറഞ്ഞു എല്ലാം അവളുടെ തലേന്ന്. കണ്ടന്റ് കിങ് എന്ന് പറയുന്നത് ക്യൂൻ ആണല്ലേ? ക്യൂൻ ആണ്, ഓഫ് കോഴ്സ്. അപ്പം എപ്പോഴും എന്തെങ്കിലും ഒരു റെഫറൻസ് കാണുമ്പോൾ, എന്തെങ്കിലും ഒരു കോണ്ടന്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുള്ളിക്കാർക്ക് ഒരു കാര്യം മനസ്സിൽ വരും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുള്ളിക്കാർക്ക് ഒരു സാധനം മനസ്സിൽ വരും. അപ്പോൾ വന്ന് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നൊരു കോണ്ടന്റ് പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യും, എന്നിട്ട് ഞങ്ങളത് നേരെ നമ്മുടെ വീഡിയോയിലങ്ങ് അപ്ലൈ ചെയ്യും. അപ്പം അടിപൊളിയാവും. ഭാര്യയാണ് കണ്ടന്റ് ക്യൂൻ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു പരസ്യമാണ് എന്നൊക്കെ ലാസ്റ്റ് ആ വീഡിയോന്റെ ഒടുക്കം. പക്ഷെ എന്നാലും അത് ആ കണ്ടന്റിൽ നിന്ന് രസമായിട്ട് അതിൽ വരണ്ട അത് ആക്ച്വലി ഇപ്പം പല ബ്രാൻഡ്സും കോൺടാക്ട് ചെയ്യുമ്പോൾ ബ്രാൻഡ്സിന് പല രീതിയിലുള്ള ആവശ്യങ്ങളായിരിക്കും. അതായത് ഇപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ആദ്യം ചോദിക്കും, അപ്പം നിങ്ങളുടെ ബ്രാൻഡിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് തന്നെ നമ്മൾ ആദ്യം കൊടുക്കണോ, അതോ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഭയങ്കര ഫണ്ണി കണ്ടന്റ്സ് കൊടുത്തിട്ട് പയ്യെ ബ്രാൻഡ്സിലോട്ട് കയറി വരണോ? അതിപ്പോൾ ബ്രാൻഡിന്റെ ആവശ്യം അനുസരിച്ചായിരിക്കും. പക്ഷെ കൂടുതലും ബ്രാൻഡ്സിന് ഗുണം കിട്ടുക നമ്മൾ ഫണ്ണി ഒരു പരിധി വരെ നിർത്തിയിട്ട് അവരുടെ ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് കൂടെ കണക്ട് ചെയ്തിട്ടുള്ള തിങ് ആദ്യം കൊടുക്കുമ്പോഴാണ്. അങ്ങനെ തന്നെ കൊടുത്ത് പിന്നെ ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടന്റും വരണം, എന്നാ അത് അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണം, ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണം. അതൊരു വലിയ പ്രോസസ് അല്ലേ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സാംസങ്ങിന്റെ S25 Ultra ഇറങ്ങുന്ന സമയത്ത് എനിക്ക് കൊല്ലത്തെ ഒരു പുതിയ സാംസങ് ഷോറൂമിൽ ഒരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫണ്ണി തിങ് വേണം. അപ്പൊ ഞങ്ങൾ കുറെ ആലോചിച്ചു എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച സമയത്താണ് അപ്പൊ എന്റെ വൈഫ് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കും. ഡോൾസ് ഇങ്ങനെ ഞാൻ പറയും ഡോൾസ് പെട്ടെന്ന് കണ്ടുപിടിച്ചോ നമുക്ക് സെറ്റ് ആക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. ഇങ്ങനെ അല്ല മോട്ടിവേഷൻ കൊടുക്കും, ഇങ്ങനെ നീ പൊളിയാണ്, നീ വേറെ ലെവലാണ്, നീ ഭരണവാസാണ് എന്നൊക്കെ പറയുക. അപ്പൊ അവളിങ്ങനെ ആലോചിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഞാൻ കുറെ നാളായിട്ട് ഒരു കണ്ടന്റ് പറയാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് പാരഡി സോങ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റിനനുസരിച്ച് അവരൊരു പാരഡി സോങ് പാടണം. ഇത്രയാണ് പുള്ളിക്കാരി പറയണത്. ഇത്രയും പുള്ളിക്കാരി പറയുമ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ എന്റെ തലയിൽ കയറുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ആലോചിക്കും. കുറെ ആലോചിച്ച് ഞാൻ വിചാരിക്കും S25 Ultrയും സാംസങ് എന്നുള്ള വാക്ക് ചേർത്തുകൊണ്ട് ഒരു പാരഡി. എന്ന് വെച്ചാല് ഇപ്പൊ ഒരു കോണ്ടന്റ് അടിപൊളിയാവുന്ന എങ്ങനെയാണെന്നറിയോ? ഒന്ന് അതിന്റെ സബ്ജക്ട്, ഒന്ന് അതിൽ നമ്മൾ ആങ്കർ ചെയ്യുന്ന രീതി, രണ്ട് വരുന്ന പിള്ളേരായിരിക്കണം ആണെങ്കിൽ ആ കോണ്ടന്റ് വേറെ ലെവൽ പോകും. ഇവര് പാടിയ പാട്ടില്ല ഓ സാംസങ് ഓ പിള്ളേർ ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഐഫോൺ മാറി അവരുടെ ലിറിക്സ് ശരിക്കും ഉണ്ടല്ലോ. ആ വീഡിയോ എടുത്തത് ഞാൻ ശരിക്കും പാടുപെട്ടെടുത്തൊരു വീഡിയോ. ഏതാ സത്യം, അത് എനിക്കല്ല, ക്രെഡിറ്റ് ടു ദാറ്റ് പിള്ളേർ. ഓക്കെ, +2 പഠിക്കുന്ന പിള്ളേരാ എഴുതിയത്. കണ്ടാ പറയൂ, നല്ല റാപ്പർ ആവാൻ പറ്റിയ പിള്ളേർ. അവരുടെ ഉള്ളിലുള്ള കഴിവിനെയാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. എല്ലാവരുടെ കഴിവിനെ ഇങ്ങനെ ചൂഴ്ന്നെടുക്കുവാണ്. അതെ, അതാണ് കഴിവുള്ള പിള്ളേരെ നമ്മൾ കണ്ടുപിടിക്കും. ഓൾ കേരള പോയി കണ്ടുപിടിക്കും. എല്ലാരും എന്താ പറയാ ഭയങ്കര മൂടിയായിട്ട് നിൽക്കുന്ന പിള്ളേരാണെങ്കിൽ വിഷ്ണുവിന്റെ അടുത്ത് വരുമ്പോ അവരങ്ങ് വൈബാവും. തീർച്ചയായിട്ടും ആവണമല്ലോ. അതാണ് ആക്കും നമ്മൾ. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ വിഷമാവും. എനിക്ക് വിഷമാവും സത്യം. അല്ല, ചിലവര് ഒരു റെസ്പോൺസും തരത്തില്ല. അത് ചില ആളുകൾ ഭയങ്കര ഇൻട്രോവേർട്ടാ. ഇൻട്രോവേർട്ട് തന്നെയല്ലേ പറയുന്നത്? അതെ, മാറിപ്പോണ്ട. അന്തർമുഖർ ഇൻട്രോവേർട്ട്. ഓക്കെ, അപ്പൊ ചിലവര് ഭയങ്കര ഇൻട്രോവേർട്ടാ. നമ്മളിനി എത്ര അവരെ എന്റർടൈൻ ചെയ്ത് നോക്കിയാലും അവരിങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് കളയാം. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഇതാവും. പക്ഷെ എന്നാലും നമ്മൾ അവരെ കൊണ്ട് എന്തെങ്കിലും വാശി കയറി ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് എൻഗേജിങ് ആക്കണം. ഉറപ്പാണ്. അത് ആസ് ആൻ ആങ്കർ അത് വിനിശയ്ക്കോട് അറിയാൻ പറ്റും അല്ലേ? മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് ഏത് രീതിയിൽ അവര് ഇതായാലും നമ്മള് അവരെ എനർജി ആക്കിക്കൊണ്ടുവരും. ആദ്യം പാലെന്ന് പറയും, ഭൂമി കുലുക്കുമ്പോ എന്താണ് കിട്ടുന്നതെന്നുള്ളത്. കണ്ടന്റ് ആക്ച്വലി അടിപൊളി കണ്ടന്റ് ആയിരുന്നു. ആ കണ്ടന്റ് എടുക്കാൻ പോയതും അല്ല, ഞാൻ ഏതോ ഒരു കണ്ടന്റ് എടുക്കാൻ പോയതാ. ആ കണ്ടന്റ് എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പിള്ളേരിപ്പം ഒരു കൂട്ടം പിള്ളേർ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ചേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹായ് കാണിച്ചു. അപ്പം എപ്പോഴും എന്റെ ക്യാമറമാൻ സ്റ്റോറി റണ്ണാ, ഓൾവേസ് ക്യാമറ റണ്ണാണ്. അതായത് എന്നെ പിള്ളേർ എപ്പോ കണ്ടാലും അവരുമായിട്ടുള്ള സ്റ്റോറി ഒക്കെ ക്യാമറ ഓൺ ആണ്. അത് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ അൾട്ടിമേറ്റ് ഒരു ഡ്രീം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് ഈ സംഭവം അതിന്റെ തുടക്കമാണ് ഈ സംഭവമൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ ആര് കണ്ടാലും അവർ പോലും അറിയരുത് അവർ ക്യാമറയ്ക്കുള്ളിൽ വരുന്നുണ്ടെന്ന്. അത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിങ്ങനെ ഓൾവേസ് റൺ ആയിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാനത് സ്റ്റോറി ഇടുമ്പോൾ പിള്ളേർ ഹാപ്പി ആവും. അവരുടെ വീഡിയോയിൽ വന്നല്ലോ. അപ്പൊ ഇങ്ങനെ പോയ സമയത്ത് പിള്ളേർ ചേട്ടാ ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് നടന്നിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തിരിച്ച് അവരെ അടുത്തോട്ട് വന്നു. അപ്പം
ഞാൻ വാടി വാടി എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഓടി. അപ്പൊ ഞാൻ പറഞ്ഞു വാടി ഇവിടെ വാടി, ആ വീഡിയോയുടെ തുടക്കം എടി വാടി, എന്ത് വാടി വാടി ഒന്ന്. നല്ല കോമഡി. ശരിക്കും അത് അതൊന്നും പ്ലാൻഡ് അല്ല, ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയി. അവരുടെ അടുത്ത് എന്നിട്ട് ഒരു കോണ്ടാക്ട് തരട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവര് ചേട്ടാ തരാ ഞാൻ പറഞ്ഞു 500 രൂപ ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേർ ഭയങ്കര 500 രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് ആ കടങ്കഥ. അതായത് ഒരു കറവക്കാരൻ രാവിലെ 6 മണിക്ക് പശുവിനെ കറക്കാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പൊ പെട്ടെന്ന് ഭൂമിയിലേക്ക് ഉണ്ടായി. അപ്പൊ എന്ത് കിട്ടി? അപ്പൊ ഇത് പിള്ളേർ ചോദിച്ചു. ഇതും ശരിക്കും എന്റെ വൈഫ് എനിക്ക് പറഞ്ഞു തന്നത്. ബുദ്ധിയെ എവിടെ നിന്നൊക്കെ കണ്ടുപിടിക്കുന്നത് എന്താ വെച്ചാല്, ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ പുള്ളിക്കാരി ഡോൾസിന്റെ അടുത്ത് അപ്പൊ ചോദിക്കും, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചോദിക്കും. ഞാൻ പറഞ്ഞു നീ ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഇത് പറയും. ഞാൻ തലകും വിലന്ന് കിടന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടത്തില്ല. അവസാനം ഇവള് ഉത്തരം പറയും, എന്തുവാ മിൽക്ക് ഷേക്ക് എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ ഇത് എവിടെ കിട്ടുന്ന. അപ്പം എന്റെ മൈൻഡിൽ കയറും. അപ്പൊ എന്റെ അടുത്ത് പറയും വെച്ചോ, കൈ വെച്ചോ, എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാ പടച്ചോളം പറയും. അതെ, അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ടൈം കിട്ടുമ്പം ഞാൻ എടുത്തടിക്കും. പിള്ളേർ ഇത് കേട്ടിട്ട് ആദ്യം തന്നെ പക്ഷെ പെട്ടെന്ന് പറഞ്ഞാ കണ്ടന്റ് ആദ്യം പാലെന്ന് പറഞ്ഞപ്പോ എല്ലാരും ആ കുട്ടി അങ്ങ് കളിയാക്കി. ശരിക്കും പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് കുറെ കമന്റ് വന്നു വെച്ചാൽ ആദ്യം അങ്ങ് ഒന്നും ഇല്ലാണ്ടാക്കി ആ കുട്ടി, കൂട്ടത്തിലിരുന്നവരൊക്കെ അങ്ങ് കളിയാക്കി. പിന്നെ മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞപ്പോ അതാണ് കളിയാക്കിയവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച് ഇല്ലേ? അത് തന്നെ. സത്യം പറഞ്ഞാൽ ആ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും റീച്ച് ആവുന്ന പോലും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് ആ കണ്ടന്റ് അങ്ങ് തീർന്നുപോയി. ഒറ്റവട്ടം ഉത്തരം പറഞ്ഞു. ഇവരടുത്ത് ബാക്കി എത്ര പേരെടുത്ത് ഉത്തരം പറയാൻ പറഞ്ഞിട്ട് ഇവര് പറയണല്ലോ, ഇവരിങ്ങനെ മിണ്ടാതിരിക്കുക. പക്ഷെ ഈ കൊച്ചു മാത്രം ഭയങ്കര ആക്റ്റീവാ. ഈ കൊച്ചു ഇങ്ങനെ മിൽക്ക് ഷേക്ക് ഇങ്ങനെയൊക്കെ ആക്കണുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ സ്ലോ മോഷൻ കൊടുത്തിട്ട് അടിപൊളിയായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ടങ്ങാണ്ട് 1 മില്യൺ അടിച്ച വീഡിയോ. ഭയങ്കര റെസ്പോൺസ്. എന്ത് നോക്കിയാലും മില്യൺ വ്യൂസ്. അതെന്താ ഇങ്ങനെ? ശരിക്കും അതിന്റെ ഒരു സീക്രട്ട് എന്താ? സത്യം പറഞ്ഞാൽ അതില് പ്രത്യേകിച്ച് സീക്രട്ട് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചെയ്യുന്നത് നല്ല കണ്ടന്റ് ആയിരിക്കും, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ട് ആ കണ്ടന്റ് കാണുമ്പോൾ ചിരി വരുന്നത്. എന്റെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് കാണുന്ന സമയത്ത് മുഖത്ത് ചിരി വരാറുണ്ടോ? ചിരിയും വരും, ഇടയ്ക്ക് സങ്കടവും വരും. ആണല്ലേ? ഈ രണ്ടുപേരും. അതല്ല, സങ്കടം വരുന്ന വെച്ചാൽ അമ്മൂമ്മമാരുടെ അടുത്തൊക്കെ പോയിട്ട് അവർക്ക് എന്താ പറയാ മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കുക, ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ കാണുമ്പോൾ ഈ തെരുവിലൊക്കെ ഉള്ളവർക്ക് അപ്പൊ അവരുടെയൊക്കെ ഒരു അനുഗ്രഹം കിട്ടുന്ന വിഷ്ണു. അപ്പൊ നമുക്കൊക്കെ എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ ആണ് ശരിക്കും പറഞ്ഞ വിഷ്ണു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ പ്രായത്തിൽ അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന ഒരു സംഭവം. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി അടിപൊളിയായിട്ട് വെക്കാനല്ല, സന്തോഷാണല്ലോ. ആക്ച്വലി ഇതൊന്നും പ്ലാൻഡ് അല്ല കേട്ടോ. ഈ അമ്മൂമ്മമാരെ കാണുന്നത് ഒന്നും പ്ലാൻഡ് അല്ല. ഞങ്ങൾ പോകുന്ന വഴിക്കായിരിക്കും ചിലപ്പോൾ ഒരാളെ കാണുന്നത്. അന്നേരം ആ അമ്മൂമ്മയുടെ അടുത്ത് നിർത്തി ചെയ്യാനുള്ള ടൈം ചിലപ്പോൾ ഞങ്ങൾക്ക് കാണത്തില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേ തപ്പി വരും. ഇപ്പൊ ഞാൻ റീസെന്റ് ഇട്ടൊരു വീഡിയോ ഉണ്ട്, കണ്ടോന്ന് അറിയത്തില്ല. ഇന്നലെ ഒരു ലോട്ടറി നല്ല നൈസ് വീഡിയോ ആയിരുന്നു ആ ചേട്ടൻ. ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയിലും വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ച്ഡ് ആയിട്ട് ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെ. ഞാൻ ശരിക്കും നിങ്ങൾ ആ വീഡിയോ കണ്ട ഈ വീഡിയോ ഉച്ച സമയമാണ്, പൊരി വെയിലാണ്. ഈ വെയിലത്താണ് ആ ചേട്ടൻ ഇരുന്ന് ലോട്ടറി വിറ്റോണ്ടിരിക്കണേ. നമുക്ക് ആ ചേട്ടനെ ഒന്ന് സർപ്രൈസ് ചെയ്താലോ? നമുക്കൊരു ഗെയിം കളിച്ചാലോ? ചേട്ടൻ ഇന്ന് ലക്ക് ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അതായത് കുറെ കളർ ബോളുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ചേട്ടൻ കണ്ണടച്ചിട്ട് ഇതിലേക്കൂടെ കൈയിട്ട് ഒരു ബോൾ എടുക്കണം. മഞ്ഞ കളർ ബോളാണ് വരുന്നതെങ്കിൽ ഒരു ബോളിന് 250 രൂപ വെച്ച് കിട്ടും. ഭയങ്കര ടച്ച്ഡ് ആയ ഒരു സാധനം. ഇതെങ്ങനെയായിരുന്നു ഈ വീഡിയോ? ചേട്ടനെ കാണുന്നത് എങ്ങനെയായിരുന്നു? ഈ റീസെന്റ് ഷൂട്ട് ചെയ്ത സാധനമാണ്. ഈ വീഡിയോയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ആ ചേട്ടനോട് സംസാരിക്കുന്ന കോസ്റ്റ്യൂമും അവസാനം ഒരു യെല്ലോ ബോൾ കാണിക്കുന്ന കോസ്റ്റ്യൂമും രണ്ടാ. ശ്രദ്ധിച്ചായിരുന്നോ? ലാസ്റ്റ് 2 കോസ്റ്റ്യൂമാ, അവസാനത്തെ ഒരു യെല്ലോ അല്ലേ? ശരിക്കും അപ്പൊ ഈ ചേട്ടനെ ഞങ്ങൾ കണ്ടു. ഈ ചേട്ടനെ കണ്ടപ്പോ ഉടനെ എനിക്ക് ഈ ചേട്ടന് എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ തോന്നിയപ്പോ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഇപ്പം നമ്മൾ ഒരു കാര്യം തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചെല്ലുന്നു, സംസാരിക്കുന്നു, ചുമ്മാ. അപ്പൊ ഇവരെ എന്റർടൈനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് എടുക്കും എന്റെ ഓഡിയൻസ്, അതുകൂടെ എനിക്ക് അറിയണം. അങ്ങനെയാണ് പെട്ടെന്ന് എന്നെ മൈൻഡ് വന്ന് ഇങ്ങനെ നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് യെല്ലോ ബോൾ ഇട്ടിട്ട് അത് ചെയ്താലോ. അപ്പൊ ഞാൻ ഡയറക്ട്ലി ഡോൾസുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഡോൾസ് പറയും ചെയ്യ് അടിപൊളിയാന്ന് പറയും. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ബോളൊക്കെ വാങ്ങിച്ച് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോ ചേട്ടനെ കാണില്ല. പുള്ളി പോയി വീട്ടിൽ പോയി. ഒരു 2 മണിയായി. സങ്കടമായി, ഭയങ്കര സങ്കടമായി. എനിക്കാണെങ്കിൽ ഞാൻ പെട്ടെന്ന് സാഡാവും. പെട്ടെന്ന് സാഡാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഹാപ്പി ആവും, പെട്ടെന്ന് സാഡാവും. അപ്പൊ ഡോൾസ് ആണ് എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കുക. കുഴപ്പമില്ല, നമുക്ക് നാളെ രാവിലെ പിക്ക് ചെയ്യാം, ചേട്ടാ അവിടെ വരും, വരാതൊന്നും ഇരിക്കത്തില്ല എന്നൊക്കെ പറയും.
അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇതാ, ചേട്ടനെ കാണണം. അപ്പം ഞങ്ങൾ രാവിലെ എല്ലാം പ്ലാൻ ചെയ്ത് ബോക്സ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയി. നേരെ ചെന്നു സംസാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു കണ്ടന്റ്സും പ്ലാൻഡ് അല്ല. കണ്ടന്റ് മാത്രം മനസ്സിലുണ്ടാവും, എന്ത് ചെയ്യണമെന്ന് മാത്രം മനസ്സിലുണ്ടാവും. ബാക്കിയെല്ലാം അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, അവിടെ ചെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കുന്ന ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണോ അതിനനുസരിച്ച് അത് മോൾഡപ്പ് ആവും. പറയുന്ന ഡയലോഗുകൾ എല്ലാം അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ലോട്ടറി ചെയ്യേണ്ട ഒരു സന്തോഷം ഏത് കാണുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് സന്തോഷവും വരും സങ്കടവും വരും എന്ന് പറഞ്ഞത്. നല്ല രസമായിരുന്നു. എല്ലാ ബോളും ഒരു ബോൾ എടുക്കുമ്പോ ഒന്നുകൂടി വന്നു, അപ്പൊ അത് മഞ്ഞയായിരുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി എല്ലാ ബോളും മഞ്ഞ തന്നെയാണെന്ന്. ശരിക്കും കത്തിയായിരുന്നോ? ഒരു ബോള് എടുത്തപ്പോഴേ പെട്ടെന്ന് ഒന്നുകൂടി വന്നു. ആദ്യത്തെ അയ്യോ അന്നേരം ഞാൻ ശരിക്കും, പക്ഷെ ആ ചേട്ടൻ കണ്ണടച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ നിങ്ങൾ നോക്കിയാ നീ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചിട്ട്. അതെ, അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ആ ചേട്ടൻ അതൊരു നമ്മള് കുഞ്ഞു പിള്ളേർക്കൊക്കെ പിന്നെ ഹാപ്പിനെസ് കൊടുക്കും അല്ല, അതുപോലെയാണ് ആ ചേട്ടന് കൊടുത്തത്. ശരിക്കും പറഞ്ഞ നമ്മൾ വെറുതെ ഒരാൾക്ക് ഒരു 100 രൂപ പോയി കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും ചിലപ്പോ ഒരു മടിയായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ടാസ്ക് ഒക്കെ ചെയ്തിട്ട് പൈസ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും. കാരണം ഇവരുടെ കുറവുകളൊക്കെ മറന്നിട്ടാണ് ഇവർ ഈ കച്ചവടം ചെയ്യാൻ അവിടെ ഇരിക്കുന്നത്. പലരും ഉണ്ടല്ലോ, ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി പോകും. എന്റെ ജീവിതം പോയി, എനിക്കിനി അങ്ങോട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ അപ്പൊ നമ്മൾ ഇവരെയൊക്കെ നോക്കിയേ, പുള്ളിക്കാരൻ ഹാൻഡിക്യാപ്ഡ് ആണ്. പുള്ളി നടക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു. ഞാൻ അതൊന്നും ഇട്ടില്ല, കാരണം എനിക്ക് തന്നെ ഇടാൻ ഭയങ്കര വിഷമമായിരുന്നു അതൊക്കെ. അപ്പൊ എന്നിട്ട് പോലും പുള്ളി ആ പൊരി വെയിലത്ത് ഒരു കൊട പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഈ ലോട്ടറി വിൽക്കുക. ഇപ്പൊ പോയാൽ നമുക്ക് പുള്ളിയെ കാണാം, അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് വന്ന കമന്റ്, ഞാൻ രാത്രി ഇരുന്ന എല്ലാ കമന്റും വായിച്ചപ്പം അതിലൊരു കമന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ പുള്ളിക്ക് ഒരു കൊട വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സാധാരണ ഇത് നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, പക്ഷെ ഞാൻ ഉറപ്പായിട്ട് ചേട്ടന് കുട മേടിച്ചു കൊടുക്കും. കാരണം ഒരു വലിയ കുട കൊണ്ടുവന്ന് സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്യിക്കാനാണെങ്കിൽ പുള്ളിക്ക് വെയിലടിക്കുക. അത്രയും വെയിലത്തെ പുള്ളി ഇരിക്കണേ. എന്ന് മാത്രമല്ല 150 രൂപയ്ക്കാണ് പുള്ളി ആ സമയം തൊട്ട് ആ സമയം വരെ ഇരിക്കുന്നതെന്ന് കേട്ടപ്പം നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഓരോ ആളുകളെ മീറ്റ് ചെയ്യുമ്പോഴും ഓരോ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇവരിൽ നിന്ന് പഠിക്കും. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 150 രൂപയ്ക്ക് അത്രയും വാല്യൂ ഉണ്ട്. 150 രൂപയ്ക്ക് ഇന്ന് എന്ത് കിടക്കും? കിട്ടൂ? ഇല്ല. അതാ അയാളുടെ ഒരു ദിവസത്തെ ജീവിതം നടക്കുന്ന ആ 150 രൂപയ്ക്കാണ്. എല്ലാ ലോട്ടറി എടുത്തു. നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് വിശക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ആഹാരം കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭം അത് സ്റ്റാർട്ട് ചെയ്യണം. എന്റെ ഭയങ്കര ആഗ്രഹമാണ്. കൊല്ലത്തുനിന്നല്ല, ഇപ്പൊ ഞാൻ കൊല്ലത്തായോണ്ടാണ് കൊല്ലത്ത് പറഞ്ഞത്. ഇപ്പൊ ഓഫ്കോഴ്സ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ഒരുപാട് പേര് ചേരുമല്ലോ. ഇപ്പൊ കോട്ടയത്താണെന്ന് തോന്നുന്നു, കോട്ടയോ ചങ്ങനാശ്ശേരിയോ ഞാൻ പോയപ്പോൾ അവിടേക്ക് ഉച്ചയ്ക്ക് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. സൗജന്യ ആഹാരം എന്ന് പറഞ്ഞിട്ട് കുറെ പൊതികളായിട്ട് ആളുകൾ വന്നിങ്ങനെ. അപ്പൊ എനിക്കും ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ആശ്രമ മൈതാനത്തൊക്കെ ഉച്ചയ്ക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ, ഇവരാരും ആഹാരം കഴിച്ചിട്ടില്ല, ആരും ചെയ്യുന്നില്ലെന്നല്ല. കൊല്ലത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് പാർട്ടിക്കാരോ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ കമ്മ്യൂണിറ്റീസ് ഒക്കെ അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. അതിലും കൂടുതൽ വിശക്കുന്ന വയറുകൾ ഇന്നുണ്ട് നമ്മുടെ ചുറ്റും. അത് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും സ്നേഹമുള്ള ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്നുള്ളതാണ്. ആഹാരമാണ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റും ആഹാരമാണ്. ആ ഒരു ഞാൻ എന്റെ വ്യൂവേഴ്സിന് കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഗിഫ്റ്റും ആഹാരമാണ്. ഞാൻ വ്ളോഗ് സ്റ്റാർ ആയതിന്റെ ഏറ്റവും വലിയൊരു, ഞാൻ കൊണ്ടുവന്ന ഒരു ഐഡിയയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച ഒരു ഐഡിയ ഇതായിരുന്നു. അതായത് ഫോളോവേഴ്സിന് ഗിഫ്റ്റ് ചെയ്യുക. ആക്ച്വലി ഇന്ന് കേരളത്തിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ ശരിക്കും ഇത് ആദ്യം ചെയ്തത് ഞാനാ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു, പക്ഷെ വിഷ്ണു ആണ് ഫസ്റ്റ് ഈ ഒരു സംഭവം. അതായത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു പൈസ കൊടുക്കാതെ ഇങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കാന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാ വന്നത്? അതായത് ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? മുമ്പ് നമ്മൾ പറയായിരുന്നു എവിടെ തട്ടിയാലും എഞ്ചിനീയേഴ്സ് ആണ്, കാക്ക പോലെയാണ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് കാക്ക പോലെ തന്നെയാണ് MBBS കാരും. അതുപോലെ തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് വരിക. ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, എല്ലാവരും ഡെവലപ്പ് ചെയ്യും. പക്ഷെ എല്ലാവരും സക്സസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരേ പാറ്റേൺ ആണ്. അപ്പൊ എങ്ങനെ വ്യത്യസ്തമായി ഇതിനെ യൂസ് ചെയ്യാന്ന് ഞാൻ കുറെ ആലോചിച്ചപ്പോഴാണ്, ഒരു ഇൻഫ്ലുവൻസർ വളരണമെങ്കിൽ ആ ഇൻഫ്ലുവൻസറിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? ഫോളോവേഴ്സ് ആണ്. അല്ല, നമ്മൾ വളരണമെങ്കിൽ ആര് വേണം? ഫോളോവേഴ്സ് വേണം. അപ്പൊ അവരാണ് നമ്മുടെ സ്ട്രെങ്ത് അല്ലെ? അവരുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അപ്പൊ എല്ലാവർക്കും
ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? ആഹാരം ആഹാരം കഴിക്കുന്നത് അല്ലേ? കഴിക്കാനാണ്. ഒരു ബിരിയാണി പെട്ടെന്ന് കിട്ടിയ സന്തോഷത്തിൽ അതെ. ആവും, ആവും. എനിക്കായാലും ആവും. ആ. അപ്പൊ ഞാൻ വിചാരിച്ചേ എന്നാ പിന്നെ നമ്മുടെ ഫോളോവേഴ്സിന് ഫ്രീ ആയിട്ട് എന്ത് കൊടുക്കും? ബിരിയാണി കൊടുക്കാം, പിസ്സ കൊടുക്കാം, ബർഗർ കൊടുക്കാം, ഫ്രൈഡ് ചിക്കൻ കൊടുക്കാം, KFC കൊടുക്കാം. ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാം ഒരുവിധം എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിന്റെ തന്നെ പല വ്യത്യസ്തമായ വെർഷനുകൾ ഞാനിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങി കൊടുക്കുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു. പിള്ളേരെല്ലാം ഭയങ്കര എന്ന് പറഞ്ഞാൽ ഇവര് കുട്ടികൾക്കാണ് കൂടുതലും കൊടുക്കുന്നത് അല്ലെ, പിള്ളേർക്ക്. ഐ മീൻ സ്റ്റുഡൻസിന്, Students. കോളേജ് സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ കഴിച്ചത്, ഏറ്റവും കൂടുതൽ. അത് അവർക്ക് പൈസ അത്രയും ഉണ്ടാവില്ലല്ലോ. പിന്നെ മാത്രമല്ല ഉച്ചക്കൊക്കെ ഭയങ്കര വിശന്ന് പൊരിഞ്ഞ് നിൽക്കുന്ന ടൈമിലായിരിക്കും നമ്മൾ പെട്ടെന്ന് ചാടി വീണ ഒരു ബിരിയാണി കൊടുക്കണം. അത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതെ അതെ. ആക്ച്വലി നമ്മൾ ഈ പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് ജോലിക്കൊക്കെ പോയിട്ട് പല സ്ട്രഗിൾസിലൂടെ കടന്നു വരുമ്പോൾ ആഹാരം കഴിക്കാൻ പൈസ ഇല്ലാതൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും വീട്ടിൽ പറയത്തില്ല. വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ പപ്പ അപ്പോഴേ ഇട്ട് തരും. എന്നാ പറയാ, നീ അവർ നമ്മൾ കഴിക്കാതിരിക്കുകയെന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവരിനി എത്ര കഷ്ടപ്പെട്ടായാലും നമ്മുടെ കാര്യങ്ങൾ നോക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം ലൈഫിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാരന്റ്സിനെ നമ്മൾ സ്ട്രഗിൾ ചെയ്യിപ്പിക്കാനേ പാടില്ല. ഇത് എന്റെ ഭയങ്കര ഒരു ഇതാണ്. അവരെ നമ്മൾ സേഫ് ആക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആഹാരം കഴിക്കാൻ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അന്നേരം നമ്മൾ വിചാരിക്കും, ഓ ഒരു ബിരിയാണി എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, അല്ലെ കളഞ്ഞു ഒരു 500 രൂപ കളഞ്ഞു കിട്ടിയിരുന്നെങ്കിലൊക്കെ നമ്മൾ വിചാരിക്കും. സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്റെ ലൈഫിൽ. നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പോയി ഒരു നിമിഷം കൊണ്ട് ഒരു ചലഞ്ച് ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എന്റെ ചലഞ്ചസിലോ ഗെയിംസിലോ ഒരാൾക്കും ഇന്ന് ഗിഫ്റ്റ് കിട്ടായിരുന്നിട്ടില്ല. ഇല്ല, എല്ലാം സിമ്പിൾ ചലഞ്ചുമാണ്. എല്ലാം സിമ്പിൾ ചലഞ്ചാണ്. ഞാൻ പോകുന്നതേ ഇവർ ഗിഫ്റ്റ് കൊടുക്കാൻ. ഇവരത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. ഞാൻ ഇത്ര പറയത്തുള്ളൂ. ഞാൻ ഇനി എന്ത് തന്നാലും, ഒരു ഫോൺ കോൾ പ്രാങ്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ചെയ്യാൻ അവർ മനസ്സ് കാണിക്കണം. നമ്മുടെ സമൂഹത്തിലെ യൂത്തിന് വരേണ്ട ഒരു തിങ്ങും അതാണ്, എന്തും ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നത്തെ പല പ്രശ്നങ്ങളും ഇല്ലാതായിക്കോളും. Nothing is impossible. Nothing is impossible. അത് ജീവിതം കൊണ്ട് തെളിയിച്ച ആളാണ്. തീർച്ചയായിട്ടും തെളിയിക്കാൻ ഇനി ഒരുപാട് കിടക്കുന്നു, ഒരുപാട് മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ അതേ കോണ്ടന്റ് പിള്ളേരെടുത്ത് ചെയ്യുമ്പോൾ എന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർഡ് ബൈ അറ്റ് വ്ളോഗ് സ്റ്റാർ വിഷ്ണു എന്ന്. ഞാൻ പൊളിക്ക് മക്കളെ എന്ന് പറയും. കാരണം ഒരാളല്ല, ഒരുപാട് പേര് കയറി വരണം അല്ലെ, എല്ലാരും സക്സസ് ആവണം. അപ്പോഴല്ലേ ഉള്ളൂ, അപ്പോഴാണ് നമ്മുടെ നാട് വളരത്തുള്ളൂ. എല്ലാരും സന്തോഷിക്കണം, എല്ലാരും കുടുംബം വളരണം. തീർച്ചയായിട്ടും എല്ലാവരുടെ വീട്ടിലും ഇല്ലേ അച്ഛൻ, അമ്മ, ഭാര്യ, അനിയത്തി. അപ്പൊ അവരെല്ലാരും ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനം എല്ലാവരുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും വേണം. അപ്പൊ ഈ മണിയുടെ പറഞ്ഞപ്പോഴാ, ഈ പിള്ളേർക്ക് 500 300 രൂപയും ഭക്ഷണത്തിന് പുറമേ കൊടുക്കാറുണ്ട്. ശരിക്കും ഈ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാണോ അതോ സ്വന്തം പണിയെടുത്തുണ്ടാക്കുന്നതാണോ, എങ്ങനെയാണ്? സ്വന്തം പണിയെടുത്തുണ്ടാക്കുന്ന. യൂട്യൂബിൽ നിന്നൊന്നും അങ്ങനെ നമുക്ക് വലിയ വരുമാനമൊന്നും ഇല്ല. എല്ലാവരും, ഞാൻ ചിലപ്പോൾ ഈ നമ്മുടെ ഈ അമ്മമാരുടെ വീഡിയോ ഒക്കെ ഇടുമ്പം അവൻ ഇതുകൊണ്ട് കോടികൾ ഉണ്ടാകുമെന്ന് പറയും. ഞാൻ അതിൽ ഒരാൾ ഇട്ടതിന്റെ താഴെ ഞാൻ കയറി കമന്റ് ചെയ്തു. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ കയറി കമന്റ് ചെയ്ത് ബെറ്റ് ചെയ്യാണ്, ഇതിൽ 1 രൂപ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഈ വീഡിയോ ഒന്ന് ഉണ്ടാക്കുന്നത് നീ കാണിച്ചു തന്നെ നീ പറയണ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. കിട്ടത്തില്ല. ഷോർട്ട് വീഡിയോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്, ബ്ലോഗുകളല്ല. പിന്നെ ഇവിടുന്ന് വരുമാനം കിട്ടുക. ഷോർട്ട് വീഡിയോസിന് ആദ്യം കൊടുത്തതിന്റെ 10-1 വരുമാനമാണെന്ന് യൂട്യൂബ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ അതൊന്നും കെയർ ചെയ്യാറില്ല. ഇതൊന്നും അല്ല. ആക്ച്വലി ഞാനൊരു ബിസിനസ് മാൻ ആണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്. ഞാൻ വ്ളോഗ് സ്റ്റാർ മീഡിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് കമ്പനി എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അതിലൂടെ ഞാൻ ആഴ്ചയിൽ 2-3 ബ്രാൻഡുകളെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് വരുമാനമുണ്ട്. അപ്പൊ അത് സിംപ്ലി അല്ലല്ലോ, നമ്മൾ ചെയ്യുന്ന ഓരോ ബ്രാൻഡ്സിനും പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കോണ്ടന്റ് ആയാലും കാര്യങ്ങളായാലും. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി, ഏതൊരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ഡയറക്റ്റ് ആയിട്ടായിരുന്നു ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആരും ചെയ്യത്തില്ല. അതിന് മുമ്പ് എല്ലാവരും ഒരു പബ്ലിക് കോണ്ടന്റ് കൊടുക്കും. ശരിക്കും നമ്മളാണ് ഈ ഐഡിയ തന്നെ കൊണ്ടുവന്നത്. അപ്പൊ നമ്മളാണ് ഈ പബ്ലിക് കോണ്ടന്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് ബ്രാൻഡ് പ്രൊമോഷൻ. അപ്പം ആളുകൾക്ക് ബോറടിക്കത്തില്ല. ഇപ്പൊ നമ്മളായാലും എന്നും പരസ്യം കാണുമ്പോൾ ബോറടിക്കത്തില്ല. ഇന്നൊരു പരസ്യം കണ്ട് നാളെ ഒരു പരസ്യം കണ്ടപ്പം അതുകൊണ്ടാണ് ആ ഒരു വ്യത്യസ്തമായ രീതി ചൂസ് ചെയ്തത്. ഓട്ടോ ചേട്ടന്മാരുടെ അടുത്തൊക്കെ ഞാൻ പോയിട്ട് കണ്ടന്റ് ചെയ്തു. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകും ഭാര്യ. ഭാര്യയെ വിളിച്ചിട്ട് ഐ ലവ് യു പറയിപ്പിച്ചേ. അത് നല്ല വ്യൂസ് ആയിരുന്നു. അത് എനിക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരുപോലെ വൈറലായ വീഡിയോസ്. അതൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വരെ. ഫേസ്ബുക്കിൽ വളരെ കുറച്ചാണ് എന്റെ വീഡിയോസ് കയറി പോകാറുള്ളത്. കാരണം ഫേസ്ബുക്കിൽ കുറച്ചുകൂടെ പ്രായമുള്ള ആളുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പൊ ഓട്ടോച്ചേട്ടന്മാർക്ക് ചെന്നിട്ട് അവർ ഒരു ദിവസം ഓടുന്ന പൈസ ആയിരിക്കും ചിലപ്പോൾ 500 രൂപ. അത് ഒറ്റയടിക്ക് ഒരു ഫണ്ണി കണ്ടന്റ്. ഒന്ന് അവർക്ക് സന്തോഷിക്കാം അല്ലേ, അത്ര വീഡിയോയില് വരാം, ഹാപ്പി ആവും. ഒരു നിമിഷം കൊണ്ട് ആ ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോ ചിലപ്പോ കുറെ നാളായിരിക്കും അവർ ഐ ലവ് യു പറഞ്ഞിട്ട് അല്ലെ. ആ ഒരു സെക്കൻഡ് കൊണ്ട് അവർ തമ്മിൽ വീണ്ടും ഒരു കണക്ഷൻ ആണ് നമ്മൾ ബിൽഡ് ചെയ്ത് സ്നേഹവും കൂടി അതിൽ പെട്ടെന്ന് അവർ ഏതോ ഒരു ലോകത്ത് എത്തിപ്പോവാ അല്ലേ. അത് ആ ഒരു ഇതില് നമുക്ക് കേൾക്കാം. അതിന്റെ കൂട്ടത്തിൽ ഗിഫ്റ്റും കൂടെ കിട്ടിയെന്ന് പറയുമ്പോ ആ ചേച്ചിയുടെ സന്തോഷമൊക്കെ ഉണ്ടോ. ഇതേപോലെ ഞാൻ ഒരിക്കൽ കോണ്ടന്റ് കാര്യം പറഞ്ഞപ്പോൾ ഈ 500 രൂപ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ വേറൊരു ഓട്ടോ ചേട്ടന് കോണ്ടന്റ് ഇത്ര ഉള്ളായിരുന്നു,
കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പറയണം. എന്നിട്ട് വീട്ടിൽ വിളിച്ചിട്ട് അതിന്റെ പ്രൂഫ് എന്നെ കാണിക്കണം. അപ്പൊ ഓട്ടോച്ചേട്ടന്മാരത്താ പോയത്. അപ്പൊ അവർ 2-3 പേര് പറഞ്ഞു തെറ്റി. ഈ ചേട്ടൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് കഴിഞ്ഞ മാസത്തെ അല്ല ഈ മാസത്തെ ഉണങ്ങി ഞാൻ പറഞ്ഞത്. ഈ മാസം വന്ന കറണ്ട് ബില്ല് എത്ര രൂപ? 3260. പോയി ചേട്ടൻ 2300 എത്ര എന്ന് പറഞ്ഞു. ഓക്കെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യയെ വിളിച്ചു നോക്കിയപ്പോ കറക്റ്റ്. ഈ ചേട്ടന്റെ സന്തോഷം കാണണമായിരുന്നു. ശരിക്കും അതാണ് എന്റെ ഹാപ്പിനെസ്. ആ ഒരു ദിവസം അല്ലെ 2 ദിവസം അവർ 1000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന പാട് ആ ഒരു സെക്കൻഡ് കൊണ്ട് അവർക്ക് അത് കിട്ടുമ്പോഴേ പ്ലസ് അവർക്ക് ഒരു കോണ്ടന്റും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു 100% ഹാപ്പി. അപ്പം ഇപ്പൊ എനിക്ക് 500 കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ 500 കൊടുക്കുന്നത്. നാളെ 5000 കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ 5000 കൊടുക്കും. ഇതുപോലെ ചെറിയ കണ്ടന്റിന് കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഫ്ലുവൻസർ ആണ് മിസ്റ്റർ ബീസ്റ്റ്. ഈ മിസ്റ്റർ ബീസ്റ്റ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് ഡോളേഴ്സിലാണ് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 8 ലക്ഷം രൂപയൊക്കെ വരും അറ്റ് എ ടൈം കൊടുക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് ഒരു പെട്ടി കൊടുത്തിട്ട് അതിനകത്ത് 8 ലക്ഷം രൂപ കൊടുക്കുക. ഓഫ് കോഴ്സ് ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വളർന്നു വരിക എന്നുള്ളതാണ്. പിശുക്ക് ഉണ്ടായിട്ട് എന്തെങ്കിലും കിട്ടുമോ? എടാ നാളെ അടുത്ത മൊമെന്റ് എന്തോന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പൊ ഈ മൊമെന്റില് നന്നായിട്ടൊക്കെ ജീവിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ലിവ് ലൈക്ക് എ കിങ്. ഈ നിമിഷം രാജാവിനെ പോലെ ജീവിക്കാന്ന്. ഞാൻ ഇത്രയൊക്കെ ഇപ്പം എല്ലാരും വിചാരിക്കും ഞാൻ ഭയങ്കര റിച്ച് ആണ്. പൈസ ഇല്ലെന്നല്ല, എന്നാ ഞാൻ റിച്ചും അല്ല. മനസ്സിലായോ? കാരണം ഒരു മീഡിയം അത്രേ ഉള്ളൂ. ഐ മീൻ എനിക്ക് റിച്ച് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഏറ്റവും വലിയ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി ബില്യണർ മൈൻഡ് സെറ്റ്. ഞാൻ എന്നും പറയും ഒരു മൾട്ടി ബില്യണർ ആവണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇന്നത്തെ യൂത്തിന് വരണം. ബിനിഷയായാലും ഞാനായാലും കാശുണ്ടാക്കാനൊരു മൈൻഡ് വേണം നമുക്ക്. കാശുണ്ടായാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നല്ല മനസ്സും കൂടെ മതി. നേരത്തെ ചോദിച്ച പോലെ അത് രണ്ടും ഒത്തിണങ്ങിയ ഒരു പുരുഷനാണ് വിഷ്ണു. ആയിരിക്കാം. ആണോ? എന്നുവെച്ചാ അപ്പൊ ഈ പൈസ സ്വന്തം കയ്യിൽ നിന്നിട്ടാണോ കൊടുക്കുന്നത്? അതോ ബ്രാൻഡിന്ന് ഈ പ്രൊമോഷൻ ഒക്കെ ചെയ്യുമ്പോൾ അവരാണോ ഈ പൈസ തരുന്നത്? അല്ല, എൻ്റെ കയ്യിൽ എൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് ബ്രാൻഡിൽ നിന്ന് മേടിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പരസ്യം അറിയാലോ, പരസ്യം ചെയ്യുന്നതിനുള്ള പൈസയാണ് നമ്മൾ ബ്രാൻഡിൽ മേടിക്കുന്നത്. ഈ ഒരുപാട് പൈസയൊക്കെ കിട്ടാൻ എല്ലാ ആൾക്കാരും ബെറ്റിംഗ് ആപ്പ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇല്ലീഗൽ അങ്ങനെ എന്തെങ്കിലും ഓഫർ ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം എനിക്ക് ബെറ്റിംഗ് ആപ്പിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഫസ്റ്റ് എനിക്കൊരു ഇതുപോലെ ഒരു ആപ്പ് എന്നെ സമീപിച്ച സമയത്ത് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് കംപ്ലീറ്റ്ലി ഫേക്ക് ആയിട്ട്, അതായത് വിഷ്ണു ഒരു പുതിയ ഫോൺ എടുത്ത പോലെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഇതുവഴി ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ചെയ്യാന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ അവർക്കത് പറ്റത്തില്ല. അങ്ങനെ അവർ പിന്നെ ഡിസ്കഷൻ വന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ബുള്ളറ്റ് എടുക്കുന്ന പോലെ കാണിക്കാമോ എന്ന് ചോദിച്ചു, ഒരു കാർ എടുക്കുന്നില്ല. അങ്ങനെ കുറേ ഓഫേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ലാസ്റ്റ് വീക്കും വന്നിട്ടുണ്ട്. അവർ തരുന്ന ഓഫേഴ്സ് ഒക്കെ ഭയങ്കര വലുതാണ്, വലിയ പൈസ ഓഫർ ചെയ്യുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മുടെ ഓഡിയൻസിനെ ചീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ബെറ്റിംഗ് ആപ്പ്. കാരണം വെച്ചാൽ അവരിപ്പോ ഒരു ബെറ്റിംഗ് ആപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ ലീഗലി, അത് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിനെ പറ്റി പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. ഇതങ്ങനല്ല. ഇതിലൂടെ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, നമ്മൾ ലക്ഷക്കണക്കിന് BMW എടുക്കുന്നു, അങ്ങനെ പറയണോന്നാ അവർ പറയുന്നത്. അങ്ങനെ പറയുന്നത് റോങ്ങാ. അങ്ങനെ ശരിക്കും വാങ്ങിയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പരിപാടി ഈ ഫോളോവേഴ്സിനെ 10 ലക്ഷത്തിലധികം വരുന്ന ഫോളോവേഴ്സിനെ ചതിക്കാൻ ഒരു താല്പര്യം. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന പോലെ ബെറ്റിംഗ് ആപ്പ് ഇസ് എ ഡേർട്ടി ബിസിനസ്. അതാണ് ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് കണ്ട് പഠിക്കേണ്ടത്. ശരിക്കും വിഷ്ണു ഒട്ടും ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു വ്ളോഗറാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അങ്ങനെ മനസ്സിലായിട്ടുണ്ടോ? ആരെങ്കിലും കോംപ്ലിമെന്റ് പറഞ്ഞിട്ടുണ്ടോ? കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി. കാരണം ജാടയൊന്നും ഇല്ല, എങ്ങനെയോ ആരും ഹേറ്റേഴ്സ് ആയിട്ടില്ല. എന്നൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒടുക്കത്തെ ജാടയാ. ആണോ? ജാടയാണോ ആറ്റിറ്റ്യൂഡ് ആണോ? ചുമ്മാ ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല, എല്ലാവർക്കും ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആറ്റിറ്റ്യൂഡ് വേണം. പിന്നെ ജാട എന്തിനാ കാണിക്കണേ? നമ്മളെപ്പോഴും ഫ്രീ ആയിട്ടിരിക്കണം, അടിച്ചു പൊളിച്ച് സംസാരിക്കണം. അതാണ് എനിക്കിഷ്ടം. ഇത്ര നേരം നമ്മൾ സംസാരിച്ചില്ലേ, ജാട ഉണ്ടെന്ന് തോന്നിയാ? ഇല്ലല്ലോ. അതാ ഞാൻ ഹേറ്റേഴ്സും ഇല്ല ജാടയും ഇല്ല, ഒരു സിമ്പിൾ ആയ ഒരു പച്ചയായ മനുഷ്യൻ. പിന്നെ ഹേറ്റേഴ്സ് ഉണ്ടാവും. കാരണം എന്റെ കമന്റ്സിലായാലും ഹേറ്റിംഗ് കമന്റ്സ് ഒരുപാടില്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. ഇതിലൊന്നും നമ്മൾ വീട് പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. തീയെ കുരുത്തത് വെയിലത്ത് പാടില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്, ഈ സഹായങ്ങളൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്, അതല്ലാതെ നിനക്ക് ചെയ്തൂടെ എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്.
അപ്പൊ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എപ്പോഴും? ഇല്ല, ഞാൻ ഓൾമോസ്റ്റ് അവർക്കുള്ള ഒരു മറുപടി എന്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ? ഇതിങ്ങനെ വീഡിയോ ഇപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഇപ്പൊ മില്യൺ വ്യൂസ് അടിക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ പൈസ ഒരാൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നു. അത് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കതൊരു ഇൻസ്പിറേഷൻ ആണ്, അത് നമുക്ക് കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണോ അങ്ങനെ വീഡിയോ ചെയ്യുന്നത്? എന്താണ് ശരിക്കും? എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് എന്റർടൈനിങ് വ്ളോഗർ ആവുക എന്നുള്ളതാണ്. ഞാൻ അത് ആവുന്നത് കൊണ്ടാണ് എനിക്ക് ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ അല്ലേ? അപ്പൊ ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. അപ്പം രണ്ട് കാര്യങ്ങളാണ്. ഇത് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന സന്തോഷം, ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന സന്തോഷം, കാണുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം. ഇത് മൂന്നും കൂടെ ഒത്തുചേരുമ്പം ബ്ലോഗ് സ്റ്റാർ വിഷ്ണു ആവും. അതെ. നെഗറ്റീവ് അങ്ങനെ വരുമ്പം തളർന്നു പോകാറുണ്ട്, ഡൗൺ ആവാറുണ്ട്? ഒരിക്കലും ഇല്ല. ഈ നെഗറ്റീവ് ഒന്നും എന്നെ ബാധിക്കത്തില്ല. നെഗറ്റീവ് കുറയുന്നത് കൊണ്ടാ, നെഗറ്റീവ് കുറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തളർന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. നെഗറ്റീവ് വേണം ലൈഫിൽ. ഹേറ്റേഴ്സും വേണം, ഹേറ്റേഴ്സ് ഒരു പരിധി വരെ വേണം. ആരെങ്കിലുമൊക്കെ നമ്മളെ കളിയാക്കണം, ആരെങ്കിലുമൊക്കെ പറയണം നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന്. ഇപ്പം ഞാൻ പറയുക അടുത്ത എൻ്റെ ടാർഗറ്റ് 5 million ആണ്, അവനെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നൊരു 5 പേരെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പം അടിച്ച് കാണിച്ചിട്ടുള്ളൂ വേറെ കാര്യം എന്നുള്ളൊരു മൈൻഡ് വരും നമുക്ക്, മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഹേറ്റേഴ്സ് കാണുമായിരിക്കില്ലേ. അതുപോലെ ഹേറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ, അതായത് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴേ എന്തൊരു അഭിനയോടെ, എങ്ങനെയാണ് നിങ്ങളിത് അഭിനയിച്ച് ചെയ്യിക്കുന്നതെന്ന്. അതിൽ അഭിനയമേ ഇല്ല, എല്ലാം നാച്ചുറലായിട്ട് വരുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ബിനിഷ അടുത്ത് വന്നിട്ട് കോണ്ടന്റ് ചെയ്യും. ബിനിഷ എന്നെ പ്രതീക്ഷിക്കുന്നേ ഇല്ല, ബിനിഷ ഇത്ര നേരമായിട്ട് എന്നെ കാണും, പെട്ടെന്നായിരിക്കും കണ്ടന്റ് ചെയ്യുന്നത്, പെട്ടെന്നായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇത് അഭിനയം എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന കുറെ ആളുകളുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചെങ്കിലും ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയ കമന്റ് അതാണ്. അഭിനയമാണെന്ന് നമ്മള് മനസ്സ് പോലും ചിന്തിക്കാത്ത കാര്യം. ഒരു അമ്മുമ്മക്ക് ഞാൻ ചെന്നിട്ട് അമ്മ എനിക്ക് വിശക്കുന്നു, ഒരു പൊതു ചോറ് തരുമോ ചോദിക്കുന്ന വീഡിയോ 2 അമ്മൂമ്മമാരടുത്ത് എനിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. കുറെ അമ്മൂമ്മമാരുടെ വീഡിയോ ഉണ്ട് കേട്ടോ. എനിക്ക് പോകുന്ന വഴിക്ക് അമ്മൂമ്മമാരെ കാണുമ്പോൾ ഞാൻ ഇറങ്ങും, കാരണം അവരുടെ പ്രായം. ആ വീഡിയോ ഇതല്ലേ ശരിക്കും? ഒരു 10 രൂപ തരുമോ അല്ല, അതൊരു വീഡിയോ ഉണ്ട്. അതിനു മുമ്പ് ഒരമ്മ ഒരു 10-60 വയസ്സുണ്ടാവും. പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ, 60 വയസ്സിൽ ആ അമ്മ റോഡ് സൈഡിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പം നമ്മുടെ ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ടോ? ഇല്ല. പണിയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കും ഇന്നത്തെ ചെറുപ്പക്കാർ. എന്നാ വീട്ടിൽ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കി 10 പൊതിച്ചോറുമായിട്ട് അവർ പറഞ്ഞത് 10 പൊതിച്ചോറ് ഇന്നത്തെ ഒരു 24 വയസ്സുകാരനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ലേ? അപ്പൊ പണിയില്ലാത്തതല്ല, പണിക്ക് പോവാത്തതാ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള അമ്മമാരെ കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇറങ്ങി ആ അമ്മയടുത്ത് പോയിട്ട്, അമ്മ എനിക്ക് വിശക്കുന്ന 20 ചോറ് തരുമെന്ന് വെച്ചപ്പോൾ അമ്മ അപ്പഴേ ചോറ് തന്നിട്ട്, മോനെ എനിക്ക് 3 പെൺമക്കളാ, നാളെ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആരെങ്കിലും ഒരാൾ കൊടുക്കണം എന്ന് പറഞ്ഞ്. എനിക്ക് 3 പെൺപിള്ളേരാണ് മക്കളെ, കുഴപ്പമില്ല, മോനെടുത്തോ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല മോനെ. മനുഷ്യരാണ് ആഹാരം ഉണ്ടാക്കുന്നത്, ദൈവം നമുക്ക് തന്നെ വിശന്നിരിക്കുന്നവന് കൊടുക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. മോൻ ഇത് എനിക്ക് എന്നാ എനിക്ക് വേറൊരാൾ തരും, അത് ആദ്യം അറിയണം. ഹാപ്പിയാണല്ലോ, അത് മതി. അപ്പൊ ഇപ്പൊ പോവാണ്, ഇനി ഇവിടെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിന്റെ അടി വന്ന കമന്റാ നല്ല അഭിനയം. അതിൽ അഭിനയമേ ഇല്ല. അതായത് ഈ അമ്മ പോലും ഞാൻ പോകുന്ന വഴിക്ക് കണ്ട് ഇറങ്ങി വന്ന് ചെയ്തതാ. അപ്പൊ അതുപോലും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നെഗറ്റീവ് ഇട്ടു. അപ്പൊ അവർക്ക് മറുപടി കൊടുക്കാൻ ഉള്ളിൽ തോന്നിയോ? ഓഫ് കോഴ്സ് കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് മറുപടി കൊടുക്കാൻ തോന്നും കേട്ടോ. പിന്നെ കൺട്രോൾ ചെയ്യും? ഇല്ല, ഞാൻ ഡോൾസിന്റെ അടുത്ത് ചോദിക്കും, കൊടുക്കട്ടെ അവരെ കളനേരെ, അവന് റിപ്ലൈ കൊടുക്കരുതെന്ന് പറയും. അതിനുള്ള യോഗ്യത അവനില്ലെന്ന് പറയും. ഡോൾസ് പറയുന്നത് ചില തിങ്സ് ഉണ്ടല്ലോ, ചില തിങ്സ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഭയങ്കര അഹങ്കാരമായിട്ട് തോന്നും. പക്ഷെ ആ ഒരു നിമിഷം അവൾ പറയണ ഒരു കാര്യം എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. സത്യോ, ഇതുപോലെ നെഗറ്റീവ് അടിക്കുന്നവന് കൊടുക്കുന്ന കമന്റ് ആണോ എന്നെപ്പറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നല്ലതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന 100 പേർക്ക് കമന്റ് കൊടുക്കുന്നതാണ് ആ സമയം നമ്മൾ വിനിയോഗിക്കും. അതെ അതെ. ഒരാളെ ചിലപ്പോൾ നെഗറ്റീവ് പറയാനുണ്ടാവും, 100 പേരെ അവിടെ പോസിറ്റീവ് ആയിരിക്കും പറയുന്നത്. അതെ. ഇനി എനിക്ക് പെണ്ണായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെണ്ണോ? അയ്യോ അങ്ങനല്ലേ. അല്ല, മറ്റേ ചമയവിളക്കിന്. ഓ, ചമയവിളക്ക് എന്റെ ഒരു തിരിച്ചുവരവിന്റെ പെണ്ണായിട്ട്. ഓക്കെ. ശരിയാണ് ഗൈസ്, എനിക്കും എന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ തന്നെ വിചാരിച്ചായിരുന്നു ഇവളാള് കൊള്ളാലോ, ഒരു ഡയലോഗ് നീ കൊള്ളാലോ. എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ചോദിച്ചേ, എടാ നീ ചമയവിളക്ക് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ പോടാ എവിടുന്ന്, എനിക്കൊന്നും വയ്യെന്ന് പറഞ്ഞു. അന്ന് രാത്രി യുവമാരെല്ലാം കൂടെ എന്നെ വട്ടം ഇട്ടിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുവോ ഗൈസ്, ഞങ്ങൾ വൈകിട്ട് ആശ്രമത്ത് വന്നിരിക്കുകയാണ്. ഇതിൽ യുവമാര് കയറിയിട്ട് പറഞ്ഞേ, വ്ളോഗ് സ്റ്റാറിന് ഒരു ചലഞ്ച്, ചമയവിളക്കിൽ വിളക്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഒരു രക്ഷയില്ല, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഇടണം ചലഞ്ച് ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോ ഇട്ട് എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ വേണ്ടി. അതിലെല്ലാവരും പറഞ്ഞ് എടുക്കണം.
അങ്ങനെ ഞാൻ തീരുമാനിച്ചു. ഇപ്പൊ ആണുങ്ങളൊക്കെ വന്ന് തട്ടിമുട്ടിയൊക്കെ നിന്ന് ഞങ്ങളുടെ കൂടുതൽ പെണ്ണില്ല അത് നീ കേട്ടോ തന്നെ പിന്നെ അയ്യോ ചമയളക്കിന് പോയിട്ടുണ്ടോ? ഇല്ല. ഒന്ന് പോണം. പോണോ? അവിടുത്തെ എല്ലാരും പോയി അതെ കെട്ടിപ്പിടിക്കാം. അടിപൊളിയാ. അതായത് നമ്മളവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അടുത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉരക്കുകയൊക്കെ ചെയ്യും ചേട്ടന്മാര്. അപ്പൊ നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പൊ രൂപം പെണ്ണിന്റെ ആണെങ്കിലും സംസാരം ഞാൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ ശബ്ദം കേട്ടിട്ട് ഓക്കേടെ മോനെ ബൈ എന്ന് പറഞ്ഞിട്ട് അവര് സത്യം പറഞ്ഞാൽ മിമിക്രി ഒക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ അവരെയൊക്കെ ഒന്ന് വളക്കായിരുന്നു അല്ലേ? മിമിക്രി പാടാ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഒരുപാട് നാളായി ട്രൈ ചെയ്തു. അപ്പം ഇത് നമ്മൾ ഈ വീഡിയോ നിർത്താനായിട്ട് പോവാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പക്ഷെ ഇന്ന് തീരാത്തത് കൊണ്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നേഹം ഇപ്പൊ തരുന്ന പോലത്തെ ഈ സ്നേഹം ഇനിയും നിങ്ങൾ തരിക. എൻ്റെ സ്നേഹം എൻ്റെ വീഡിയോയിലൂടെ ഞാൻ തിരിച്ചു തന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ ഉണ്ടാവും. ഒരുപാട് വട്ടം നിങ്ങൾ വീഴും. എണീക്കുക മുന്നോട്ട് പോവുക അൺടിൽ യു ബിക്കം സക്സസ്. താങ്ക് യു സോ മച്ച്.